LDFന്റെ മൂന്നാമൂഴമോ UDFന്റെ തിരിച്ചുവരവോ അതോ NDAയുടെ നിർണായക മുന്നേറ്റമോ? പ്രചരണഗോതയിൽ സ്ഥാനാർത്ഥികളെല്ലാം സജീവമാണ്. ഇടത് തരംഗം സൃഷ്ടിക്കാൻ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ പ്രചരണം കടുപ്പിച്ചിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി. അദ്ദേഹം കൂടെയുണ്ട്. എന്താണ് മണ്ഡലത്തിലെ നിലവിലെ സാഹചര്യം? പ്രതീക്ഷ എത്രത്തോളമാണ്? കഴിഞ്ഞ 15 ദിവസമായി ഞാൻ ഈ മണ്ഡലത്തിൽ പര്യടനം നടത്തുകയാണ്. എനിക്ക് 100% ശുഭാപ്തി വിശ്വാസമാണ്. ഇടതുപക്ഷം വിജയിക്കും. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ മാറ്റി ചിന്തിക്കാൻ തീരുമാനിച്ചു. അതുപോലുള്ള സ്വീകരണങ്ങളും പ്രതികരണങ്ങളുമാണ് എനിക്ക് ലഭിക്കുന്നത്. വിജയത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ആശങ്കയുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്യുന്നത് മാത്യു കുന്നപ്പള്ളിക്കായിരിക്കും. ഇടതുപക്ഷം ബഹുഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കുന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടെ ഞാനത് ചെയ്യും. മണ്ഡലത്തിലൊരു സമഗ്ര വികസനം ആവശ്യമാണോ? സമഗ്ര വികസനം ആവശ്യമാണ്. കാരണം ഈ മണ്ഡലത്തിൽ ഒരു വികസനവുമില്ല. ഒരു മേഖലയിലും വികസനം എത്തിച്ചേർന്നിട്ടില്ല. ആകെയുള്ള വികസനം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കിഫ്ബിയിൽ നിന്നും 1017 കോടി രൂപ മുടക്കി നടത്തിയ വികസനം ഒഴിച്ചാൽ കഴിഞ്ഞ 43 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLAമാർ ഒരു വികസനവും ചെയ്തിട്ടില്ല. ഇവിടുത്തെ വികസനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നെ ഞെട്ടിച്ചത് ആരോഗ്യ മേഖലയിലെ വികസനമാണ്. ഞാൻ പേരട്ട മുതൽ പെരിങ്ങാല വരെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഒരുപാട് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട്, ഒരു താലൂക്ക് ആശുപത്രിയുണ്ട്. പക്ഷേ ഈ നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാർക്ക് ഒരു ദിവസം കിടന്ന് ചികിത്സിക്കാൻ ആവശ്യമായ ഒരു ഹോസ്പിറ്റൽ, ഒരു താലൂക്ക് ആയിക്കോട്ടെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയിക്കോട്ടെ, ഈ മണ്ഡലത്തിലില്ല. കിഡ്നി രോഗികളുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡയാലിസിസ് താലൂക്ക് ആശുപത്രിയിൽ മാത്രമേ ഡയാലിസിസ് ഗവൺമെൻറ് അനുവദിക്കുന്നുള്ളൂ. ഇവിടെ ഈ മണ്ഡലത്തിൽ ഒരു രോഗി ഡയാലിസിസ് രോഗി ഉണ്ടെങ്കിൽ ഈ മണ്ഡലത്തിൽ ഡയാലിസിസ് ചെയ്യുവാൻ ആവശ്യമായ ഒരു സംവിധാനവുമില്ല. അമ്മയും കുഞ്ഞും ആശുപത്രി തലശ്ശേരിയിലുണ്ട്, തളിപ്പറമ്പിലുണ്ട്, മട്ടന്നൂരുണ്ട്, പല നിയമസഭാ മണ്ഡലത്തിലുമുണ്ട്. അതൊരു നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായൊരു ഘടകമാണ്. ഇവിടെ അമ്മയും കുഞ്ഞും ആശുപത്രിയില്ല. അപ്പോൾ എനിക്കൊരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അമ്മയും കുഞ്ഞും ആശുപത്രി കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കും. നഴ്സിംഗ് കോളേജ് കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കും. പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കും. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് താലൂക്ക് ആശുപത്രിയാക്കി അവിടെ ജനങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും. ടൂറിസം വലിയൊരു വരുമാന മാർഗമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ മണ്ഡലത്തിൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ പാലക്കയം തെട്ടായാലും ശശിപ്പാറയായാലും അതുപോലെ പൈതൽമലയായാലും വലിയ ടൂറിസ്റ്റ് പോയിന്റുകളാണ്. അവിടെ ഒരു വികസനവും എത്തിച്ചേർന്നിട്ടില്ല. അങ്ങോട്ട് പോകാനുള്ള ഒരു സൗകര്യങ്ങളുമില്ല. റോഡുകൾ വികസിച്ചിട്ടില്ല, ഒന്നുമില്ല. നല്ല രീതിയിൽ അവിടെ പാശ്ചാത്യ സൗകര്യങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ മാപ്പിൽ ഇരിക്കൂർ മാർക്ക് ചെയ്യപ്പെടുന്ന കാര്യം സംശയമൊന്നുമില്ല. അതുവഴി ഒരുപാട് യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുവാനും നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാനും കഴിയും. ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, കർഷകരാണ്. അപ്പോൾ കർഷകൻ ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്. അവരെ പിന്തള്ളിക്കൊണ്ടോ അവഗണിച്ചുകൊണ്ടോ ഒരു ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. വളവും വിത്തവും നമുക്ക് അവർക്ക് കൊടുക്കേണ്ടിയിരിക്കും. കൃഷിയിടങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ വരുന്ന വലിയൊരു അപകടമുണ്ട്. ഇന്ന് വന്യമൃഗശല്യം തടയണം. കൃഷിയിടങ്ങളിൽ വന്യമൃഗം വരാതിരിക്കാനായിട്ട് കിടങ്ങുകൾ നിർമ്മിച്ചായാലും ഫെൻസിങ് ചെയ്തിട്ടായാലും കൃഷിയിടങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും ഈ മണ്ഡലത്തിലില്ല. ആകെ ഒരു പോളിടെക്നിക് കൊണ്ട് ഇടതുപക്ഷം കൊണ്ടുവന്നതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, ടാർ ചെയ്യാത്ത ഒരുപാട് റോഡുകളുണ്ട്, വട്ടിയാന്തോട് പാലം, ഒരുപാട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഒരു പാലമാണ്, അപകട ഭീഷണി നേരിടുന്നൊരു പാലമാണ്. ആ പാലമൊക്കെ ഒന്നും നന്നാക്കാൻ ഇപ്പോൾ MLAമാർ തയ്യാറായിട്ടില്ല. ഈ മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും ടൂറിസം മേഖലയിലായാലും ഒരു വികസനവും 43 വർഷക്കാലമായിട്ട് ഇവിടെ വന്നിട്ടില്ല. അത് വരാത്തതിൻ്റെ കാരണം അവർ ഇവിടെ ജയിക്കുമെന്നൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട്. ശ്രീമാൻ മാത്യു കുന്നപ്പള്ളി ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കണം ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ മൂന്നാമതും കേരളം ഭരിക്കണമെന്നും അതിയായ ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രചരണം ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ജനങ്ങളെല്ലാം എൻ്റെ കൂടെയാണ്. കാരണം ഞങ്ങൾ ഈ പോകുന്ന സ്വീകരണ സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന സ്വീകരണങ്ങൾ ഭയങ്കര വലിയ സ്വീകരണങ്ങളാണ്. ഒരു സ്വീകരണ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും വലിയ സ്വീകരണമെന്ന്. പക്ഷേ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടി ആൾക്കാരാണ് നമ്മുടെ സ്വീകരണത്തിലേക്ക് വരുന്നത്. ഈ ഇരിക്കൂർ മണ്ഡലത്തിൽ വർഷങ്ങളായി UDF ആണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും പിന്നോക്കമുള്ള ഒരു മണ്ഡലമായിട്ടാണ് ഇപ്പോൾ ഇരിക്കൂർ മണ്ഡലം ഉള്ളത്. അത് മാറ്റിയെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തന്നെ വിജയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആത്മവിശ്വാസം ഇരട്ടിയാണ്? ഇരട്ടിയല്ല, എനിക്കിവിടെ പരാജയപ്പെടുന്ന ഭീതിയേ ഇല്ല. കാരണം ഞാൻ വന്നിട്ട് 15 ദിവസമായി ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട്
എനിക്ക് 100% വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിൽ മാത്യു കുന്നപ്പള്ളി ജയിക്കണം, അതാണ് ആഗ്രഹം. ഇത് വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, കേരളത്തിന്റെ വരും വർഷങ്ങളുടെ ദിശ നിർണ്ണയിക്കുന്ന വിധിയെഴുത്താണ്. കർഷകരും തൊഴിലാളികളും യുവാക്കളും പ്രവാസികളും ഉറ്റുനോക്കുന്ന പോരാട്ടം. ഷാജി കിഴറയ്ക്കൊപ്പം ലിസ ജനാർദ്ദനൻ, സീൽ ന്യൂസ്, ധർമ്മശാല.